Hi students, അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഒരു സെക്ടറിന്റെ ഏരിയ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ളത് അല്ലേ. നമ്മൾ യൂസ് ചെയ്ത ഫോർമുല എന്തായിരുന്നു? x/360 × πr². അപ്പൊ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ ചെയ്യുന്നത്. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഗ്രീൻ റീജിയൻ ഓഫ് ദ സർക്കിൾ ഇൻ ദിസ് പിക്ചർ? ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ ഗ്രീൻ ഏരിയ, അതിന്റെ ഏരിയയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? നമുക്കറിയാം ഒരു സെക്ടർ, ഒരു സർക്കിളിന്റെ സെക്ടർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ആർക്ക് ഉണ്ടായിരിക്കും, ഇവിടെ രണ്ട് റേഡിയസും ആയിരിക്കും. ചിത്രത്തിലെ പച്ച നിറമുള്ള ഭാഗത്തിന്റെ പരപ്പളവാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ പച്ച നിറമുള്ള ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഭാഗമല്ലേ? അപ്പൊ ഇത് ടോട്ടൽ ഒരു സെക്ടർ അല്ലേ? ഒരു സെക്ടറിന്റെ ഏരിയ ഫൈൻഡ് ചെയ്തിട്ട് ഈ ഒരു ട്രയാങ്കിള് മൈനസ് ചെയ്താൽ നമുക്ക് ഈ ഒരു പാർട്ടിന്റെ ഏരിയ കിട്ടില്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ ഒരു സെക്ടറിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാം. നമുക്ക് സെൻട്രൽ ആംഗിളും തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്. അപ്പം എന്താണ്? ഏരിയ ഓഫ് സെക്ടർ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ എന്ന് പറയുന്നത്, സെക്ടർ എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്, അതിന്റെ കംപ്ലീറ്റ് ഏരിയ ആണ് ഫൈൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഫോർമുല എന്ന് പറയുന്നത് x/360 × πr². x/360 × πr². x എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ് അല്ലെ, സെൻട്രൽ ആംഗിൾ. 60/360 × πr². പൈ എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ 3.14 വേണമെങ്കിൽ യൂസ് ചെയ്യാം. r എന്ന് പറയുന്നത് റേഡിയസ് ആണ്, സോ പൈ ഇൻറ്റു റേഡിയസ് 2 ആണ്, സോ 2². ഇനി 60/360 എന്ന് പറയുന്നത് 1/6 ആണ് അല്ലെ. 1/6 × 4π. 4ഉം 6ഉം ക്യാൻസൽ ചെയ്താൽ ഇത് 2 ആവും, ഇത് 3 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3π. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2/3π ആണെന്ന് കിട്ടി. ഈ സെക്ടറിന്റെ കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുന്നത് 2/3π ആണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ ഈ ഗ്രീൻ റീജിയന്റെ ഏരിയയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഈ കംപ്ലീറ്റ് 2/3π ആണെങ്കിൽ ഇനി ഈ ട്രയാങ്കിൾ നോക്കുക. ഈ ട്രയാങ്കിൾ നമുക്ക് അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണ്ടേ? ഇത് എന്ത് ട്രയാങ്കിളാ? ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളില് 60 ഡിഗ്രി. അപ്പൊ ഇവിടെയും നമുക്ക് 60 ഡിഗ്രി ആണെന്ന് പറയാം, ഇവിടെയും 60 ഡിഗ്രി ആണ്. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലെ ഈ ഫിഗറില്. അപ്പൊ ഇത് 2 സെന്റിമീറ്റർ, ഇത് കാരണം ഇവിടെയും 2 സെന്റിമീറ്റർ ആണ് റേഡിയസ്, ഇതും 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ്. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഈ സെക്ടറിൽ നിന്നും ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ ബാക്കി ഈ ഗ്രീൻ റീജിയന്റെ ഏരിയ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയയും കൂടെ ഫൈൻഡ് ചെയ്യണം. ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു എന്താ? √3/4a² ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. √3/4a² ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ. ദാറ്റ് ഈസ് √3/4 × a². a എന്ന് പറയുന്നത് സൈഡ് ആണ് അല്ലെ, a². ദാറ്റ് ഈസ് 2 ആണ്, അപ്പൊ 2². അപ്പൊ ഇവിടെ 4 ആണ്, ഈ 2² എന്ന് പറയുന്നതും 4 അല്ലേ? അപ്പൊ √3 മാത്രം കിട്ടും. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഇത് ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കേട്ടോ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ √3 ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ റീജിയൻ എന്ന് പറയുന്നത് ആ സെക്ടർ, നമ്മുടെ സർക്കിൾ ഇതാണ്, ആ സർക്കിളിന് സെക്ടറിന്റെ ഫുൾ ആയിട്ടുള്ള ഏരിയ നമ്മൾ ഫൈൻഡ് ചെയ്തു. എന്നിട്ട് ഇതാണ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന്റെ ഏരിയയും നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി ആ സെക്ടറിന്റെ ആംഗിളിൽ നിന്നും സെക്ടറിന്റെ ഏരിയയിൽ നിന്നും ആ ഒരു ട്രയാങ്കിൾ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ കിട്ടില്ലേ? യെസ്. സോ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് 2/3π മൈനസ് എന്താ? ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ √3. 2/3π മൈനസ് √3. അപ്പൊ നമ്മളെ ഫിഗറിൽ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഇതാണ് നമ്മളെ ഫിഗർ. ഈ ഫിഗറിൽ നമ്മളോട് പറഞ്ഞത് എന്താണ്? ഈ ഒരു ഷെയ്ഡ് ചെയ്ത റീജിയന്റെ ഏരിയ കാണാനാണ്. ഇതൊരു സെക്ടർ ആണ്, ആ സെക്ടറിൽ ട്രയാങ്കിൾ മാത്രമാണ് ഷെയ്ഡ് ചെയ്യാത്തത്, ബാക്കി പാർട്ടാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പൊ ഈ ഒരു സെക്ടറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഈ ഒരു ഫിഗറിന്റെ ഇതിന്റെ ഏരിയയാണ്, ഈ കംപ്ലീറ്റിന്റെ ഏരിയയാണ്. ഈ കംപ്ലീറ്റ് ഈ ഒരു പാർട്ടിന്റെ ഏരിയയിൽ നിന്നും ഈ നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ
ഏരിയ കിട്ടും. അപ്പൊ ഏരിയ ഓഫ് സെക്ടർ കാണാൻ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. x/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്. എക്സ് 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. 60/360 എന്ന് പറയുന്നത് 1/6 ആണ്. അപ്പൊ 1/6 ഇൻറ്റു പൈ ആർ സ്ക്വയർ, 1/6 ഇൻറ്റു പൈ ഇൻറ്റു ആർ, റേഡിയസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 സ്ക്വയർ 4, 6ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 2/3 കിട്ടി. ഇത് 2/3 പൈ ആണെന്ന് കിട്ടി. അതാണ് ഏരിയ ഓഫ് സെക്ടർ. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് √3/4 a സ്ക്വയർ, ദാറ്റ് ഈസ് √3/4 ഇൻറ്റു a സ്ക്വയർ എന്ന് പറയുന്നത്, a എന്ന് പറയുന്നത് ഒരു സൈഡ് ആണ്. അപ്പൊ 2 സ്ക്വയർ, 4ഉം 2 സ്ക്വയറും 4 രണ്ടും ക്യാൻസൽ ആയി പോയി, √3. അപ്പൊ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് സെക്ടറിന്റെ ഏരിയയിൽ നിന്നും, ദാറ്റ് ഈസ് 2/3 പൈയിൽ നിന്നും എന്താ സബ്ട്രാക്ട് ചെയ്യുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ √3. അപ്പൊ 2/3 പൈയിൽ നിന്നും √3 സബ്ട്രാക്ട് ചെയ്താൽ നമ്മുടെ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. നമുക്കൊരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി? അങ്ങനെയാണെങ്കിൽ സെക്ടർ ഓഫ് ദ സെൻട്രൽ ആംഗിൾ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സെക്ടർ? ഏരിയ ഓഫ് സെക്ടർ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് 120 ഡിഗ്രി ആണ്. സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. ആരം 3 സെന്റിമീറ്റർ ആയ വൃത്തത്തിൽ കേന്ദ്രകോൺ എത്രയാ? കേന്ദ്രകോൺ എന്ന് പറയുന്നത് 120 ഡിഗ്രി. ആരം 3 സെന്റിമീറ്റർ ആയ വൃത്തത്തിൽ കേന്ദ്രകോൺ 120 ഡിഗ്രി ആയ വൃത്താംശത്തിന്റെ പരപ്പളവ് എത്രയാണ്? നമ്മളെ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ വൃത്താംശത്തിന്റെ പരപ്പളവ്, ഏരിയ ഓഫ് സെക്ടർ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഏരിയ ഓഫ് സെക്ടർ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ പഠിച്ച ഫോർമുല x/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. എക്സ് നമുക്ക് തന്നിട്ടുണ്ട്, റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഫോർമുലയിൽ ഇട്ട് കൊടുക്കാനുള്ളൂ അല്ലെ. അപ്പൊ 120 ആണ് നമ്മളെ എക്സ് തന്നത്. 120/360 ഇൻറ്റു പൈ ആർ, റേഡിയസ് തന്നത് 3 ആണ് അല്ലെ. അപ്പം 3 സ്ക്വയർ, ദാറ്റ് ഈസ് 120യും 360യും, ദാറ്റ് ഈസ് 12/36, ദാറ്റ് ഈസ് 1/3 അല്ലെ. 12 ഇൻറ്റു 3 36. അപ്പൊ ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പം 1/3 എന്ന് കിട്ടൂ അല്ലെ. 1/3 ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 9 പൈ. ഇനി 3യും 9ഉം അഗെയിൻ ക്യാൻസൽ ചെയ്തൂടെ? യെസ്. അപ്പൊ 9ന്റെ അവിടെ 3 എന്നുണ്ടായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 3 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ, സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം നമ്മളെ റേഡിയസ് ആരം 3 സെന്റിമീറ്ററും സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ 120 ഡിഗ്രിയുമാണെങ്കിൽ ഏരിയ ഓഫ് സെക്ടർ അഥവാ എന്താണ് നമ്മളെ വൃത്താംശത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 3 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. കൺഫ്യൂഷൻ ഒന്നും ആവാനില്ല. നമ്മൾ എക്സ് തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സെക്ടർ ഓഫ് ദ സെയിം സെൻട്രൽ ആംഗിൾ? നമ്മളെ സെയിം സെൻട്രൽ ആംഗിൾ തന്നെയാണ്. സെയിം ഈ ക്വസ്റ്റ്യന്റെ റിമൈനിങ് പാർട്ടാണ് അത്. അപ്പൊ സെൻട്രൽ ആംഗിൾ സെയിം ആണ്. എത്രയാ? 120 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് അഥവാ എക്സ് എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. റേഡിയസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഏരിയ ഓഫ് ദ സെക്ടർ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ആരം എത്ര സെന്റിമീറ്റർ ആണ്? ആരം 6 സെന്റിമീറ്റർ ആയ വൃത്തത്തിൽ കേന്ദ്രകോൺ ഇത് തന്നെയായ വൃത്താംശത്തിന്റെ പരപ്പളവാണ് കാണേണ്ടത്. അപ്പൊ സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഏരിയ ഓഫ് സെക്ടർ ഈസ് ഈക്വൽ ടു x/360 ഇൻറ്റു 2 പൈ ആർ, സോറി പൈ ആർ സ്ക്വയർ ആണ്. ഏരിയ ആയതുകൊണ്ട് പൈ ആർ സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 120 ആണ് അല്ലെ. അപ്പൊ 120/360 ഇൻറ്റു പൈ ആർ, റേഡിയസ് തന്നത് 6 ആണ്. അപ്പൊ 6ന്റെ സ്ക്വയർ. 120യും 360യും ക്യാൻസൽ ചെയ്താൽ നമുക്ക് 1/3 എന്ന് കിട്ടും അല്ലെ. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു 36 പൈ. 1/3 ഇൻറ്റു 36 പൈ. 120/360 എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പം 1/3 36 പൈ. അഗെയിൻ ഈ 3യും 36ഉം നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? 3യും 36ഉം ക്യാൻസൽ ചെയ്താൽ 12 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 12 പൈ സെന്റിമീറ്റർ സ്ക്വയർ. 12 പൈ സെന്റിമീറ്റർ സ്ക്വയർ.
അപ്പം ഏരിയ ഓഫ് ദി സെക്ടർ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 3 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇവിടെ ആംഗിൾ സെയിം തന്നെയാണ്, റേഡിയസ് 3 ആണ്. അതുപോലെ സെയിം ആംഗിൾ തന്നെയാണ് സെൻട്രൽ ആംഗിൾ, റേഡിയസ് എന്താ 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മളെ സെക്ടറിന്റെ ഏരിയ അഥവാ വൃത്താംശത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 12 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് കിട്ടി. The next question, find the area of green region in the picture below. ഇവിടെ ഗ്രീൻ റീജിയന്റെ ഏരിയ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ചുവടെയുള്ള ചിത്രത്തിലെ പച്ച നിറമുള്ള ഭാഗത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഇവിടെ നമുക്ക് തന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. ദെൻ ഇവിടെ നമുക്ക് റേഡിയസ് 3 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തന്ന റേഡിയസ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. ഇനി നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത് എന്താ? ഈ ഒരു ഗ്രീൻ റീജിയന്റെ ഏരിയയാണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു സെക്ടർ ഫൈൻഡ് ചെയ്യുക, ചെറിയ സർക്കിളിന്റെ സെക്ടർ. ദെൻ വലിയ സർക്കിളിന്റെ സെക്ടർ എന്ന് പറഞ്ഞാൽ ഇത്. അപ്പൊ ഈ വലിയ സർക്കിളിന്റെ സെക്ടറിൽ നിന്നും ചെറിയ സർക്കിളിന്റെ സെക്ടർ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു പാർട്ട് കിട്ടൂലേ? ഇതാണ് നമ്മളെ ചെറിയ സർക്കിൾ, ഇതാണ് വലിയ സർക്കിൾ, ഇതാണ് നമ്മളെ ഫിഗർ. ഇതാണ് ചെറിയ സർക്കിളിന്റെ സെക്ടർ, ഇതാണ് വലിയ സർക്കിളിന്റെ സെക്ടർ. ഇതൊക്കെ കൂടെ വലിയ സർക്കിളിന്റെ സെക്ടർ ആണ്. അപ്പൊ ഈ ഒരു പാർട്ട്, ഡോട്ടുള്ള പാർട്ട് മാത്രം നമുക്ക് ഫൈൻഡ് ചെയ്താൽ മതി, അതിന്റെ ഏരിയ മാത്രം. അപ്പൊ ഈ ഒരു വലിയ സെക്ടറിൽ നിന്ന് ഈ ചെറിയൊരു സെക്ടർ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ ഈ ഡോട്ടുള്ള പാർട്ട് അഥവാ ഈ ഷെയ്ഡ് ചെയ്ത പാർട്ടിന്റെ ഏരിയ നമുക്ക് കിട്ടും. അപ്പൊ ആദ്യം നമുക്ക് ഏരിയ ഓഫ് ബിഗ് സെക്ടർ ഫൈൻഡ് ചെയ്യാം. വലിയ സർക്കിളിന്റെ സെക്ടർ, ഏരിയ ഓഫ് ബിഗ് സർക്കിളിന്റെ സെക്ടർ, ബിഗ് സെക്ടർ ഈസ് ഈക്വൽ ടു, ഏരിയ ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം x/360 × πr². എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 120 ഡിഗ്രി ആണ് അല്ലെ? അപ്പൊ 120 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 120/360 × π × ഇവിടെ വലിയ സർക്കിളിന്റെതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പൊ വലിയ സർക്കിളിന്റെ റേഡിയസ് എടുക്കണം. ഇവിടെ ഇതാണ് തന്നത്, അപ്പൊ 3. ഇത് ചെറുതിൻ്റെതാണ് തന്നത് 2 എന്ന് പറയുന്നത്. അപ്പൊ വലുതിൻ്റെത് 3, അപ്പൊ 3². ഇനി 120യും 360യും ക്യാൻസൽ ചെയ്യുമ്പോൾ 1/3 എന്ന് കിട്ടും. 1/3 × 9 π. 3യും 9ഉം അഗെയിൻ ക്യാൻസൽ ചെയ്യുന്നു, 3 which is equal to 3 പൈ സെന്റിമീറ്റർ സ്ക്വയർ. 3 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് വലിയ സെക്ടറിന്റെ ഏരിയ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെറിയ സെക്ടറിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യണ്ടേ? ചെറിയ സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്മോൾ സെക്ടർ. ഏരിയ ഓഫ് സ്മോൾ സെക്ടർ ഈസ് ഈക്വൽ ടു x/360 × πr². ഇവിടെ നമുക്ക് ആംഗിൾ സെയിം തന്നെയാണല്ലേ വരിക 120. ഇവിടെ റേഡിയസിന് മാറ്റേണ്ട, റേഡിയസ് എന്താ 2 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 120/360 × π × 2². ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/3 എന്ന് കിട്ടും. 1/3 × 4π, ദാറ്റ് ഈസ് 4/3 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ചെറിയ സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് 4/3 പൈ സെന്റിമീറ്റർ ആണ്. ബിഗ് സെക്ടറിന്റെ 3 പൈ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 4/3 പൈയിൽ നിന്നും 3 പൈ സബ്ട്രാക്ട് ചെയ്താൽ നമ്മൾ ഈ ഒരു ഷെയ്ഡ് ചെയ്ത റീജിയന്റെ ഏരിയ കിട്ടൂ അല്ലെ? സോ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു വലിയ സർക്കിളിന്റെ സെക്ടറിൽ നിന്നും ചെറിയ സർക്കിളിന്റെ സെക്ടർ സബ്ട്രാക്ട് ചെയ്യുക. വലിയ സർക്കിളിന്റെ സെക്ടർ എന്താ? 3 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ചെറിയ സർക്കിളിന്റെ സെക്ടർ എന്ന് പറയുമ്പോൾ 4/3 പൈ സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ആയിരിക്കും നമ്മൾ ഷെയ്ഡ് ചെയ്ത റീജിയന്റെ ഏരിയ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ഡിനോമിനേറ്റർ 3 ഉണ്ട്. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ 3 ഉണ്ടാവുമ്പോൾ നമ്മൾ ന്യൂമറേറ്ററിലും 3 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? ഡിനോമിനേറ്റർ സെയിം ആക്കിയതാണ്. അപ്പം 9/3 പൈ സെന്റിമീറ്റർ സ്ക്വയർ മൈനസ് 4/3 പൈ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ 9/3 മൈനസ് 4/3 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 9 - 4/3 പൈ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 5/3 പൈ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ, ഷെയ്ഡ് ചെയ്ത റീജിയന്റെ ഏരിയ എന്ന് പറയുന്നത് 5/3 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 5/3 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ.
അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇതിൽ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ഫൈൻഡ് ചെയ്യാനായിരുന്നു. ചെറിയ സർക്കിൾ ഉണ്ട്, വലിയ സർക്കിൾ ഉണ്ട്. ചെറിയ സർക്കിളിന്റെ സെക്ടർ ഉണ്ട്, വലിയ സർക്കിളിന്റെ സെക്ടർ ഉണ്ട്. വലിയ സർക്കിളിന്റെ സെക്ടറിൽ നിന്നും ചെറിയ സർക്കിളിന്റെ സെക്ടർ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഇതിന്റെ ഏരിയ കിട്ടും. വലിയ സർക്കിളിന്റെ സെക്ടർ എന്ന് പറയുന്നത് അതിന്റെ ഏരിയ ഫൈൻഡ് ചെയ്തപ്പോൾ 3π cm² ആണ് കിട്ടി. ചെറിയ സർക്കിളിന്റെ സെക്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ നമ്മൾ ഏരിയ ഫൈൻഡ് ചെയ്തപ്പോൾ 4/3π cm² ആണ് കിട്ടി. സോ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് വലിയ സർക്കിളിന്റെ സെക്ടറിൽ നിന്നും ചെറിയ സർക്കിളിന്റെ സെക്ടർ സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടി 5/3π cm² ആണ് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. Therefore, area of shaded region is equal to 5/3π cm². The next question. In the picture below, arc of a circle is drawn with each vertex of an equilateral triangle as center and half the side as radius. എന്താ പറഞ്ഞത്? ചിത്രത്തിൽ ഒരു സമഭുജ ത്രികോണത്തിന്റെ മൂലകൾ കേന്ദ്രമായും വശങ്ങളുടെ പകുതി ആരമായും ചാപങ്ങൾ വരച്ചിരിക്കുന്നു. ഇതാണ് നമ്മളെ ഫിഗർ. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരച്ചത്. അപ്പം എന്താ പറയുന്നത്? സമഭുജ ത്രികോണത്തിന്റെ മൂലകൾ കേന്ദ്രമായും വശങ്ങളുടെ പകുതി ആരമായിട്ടും. ആർക്ക് ഓഫ് എ സർക്കിളിന്റെ ആർക്ക് എങ്ങനെയാ ഡ്രോ ചെയ്തത്? ഈച്ച് വേർട്ടെക്സ് ഓഫ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ വേർട്ടെക്സിൽ നിന്നും ആസ് സെന്റർ ആൻഡ് ഹാഫ് ദ സൈഡ് ആസ് റേഡിയസ്. അതിന്റെ റേഡിയസ് എന്താ? അതിന്റെ സൈഡിന്റെ ഹാഫ് ആണ് അതിന്റെ സൈഡിന്റെ റേഡിയസ് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. 4 സെന്റിമീറ്റർ ആണ് നമ്മൾ ഈ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഏരിയ ഓഫ് ദ ബ്ലൂ റീജിയൻ. അപ്പൊ ഇതാണ് നമ്മളെ ബ്ലൂ റീജിയൻ. ഈ ബ്ലൂ റീജിയന്റെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് ഈ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഉള്ളിൽ നമ്മൾ അതിന്റെ സൈഡിന്റെ മിഡ് പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ആർക്കുകൾ വരച്ചത്. അതിന്റെ എന്താണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്? അതിന്റെ ഈ ഒരു ബ്ലൂ റീജിയന്റെ ഏരിയ ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഈ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഫുൾ ഏരിയയിൽ നിന്നും നമ്മൾ എന്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി? ഈ ഗ്രീൻ പാർട്ടുകൾ സബ്ട്രാക്ട് ചെയ്താൽ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഫുൾ ഏരിയയിൽ നിന്നും ഫുൾ പരപ്പളവിൽ നിന്നും ഈ ഒരു 3 ഗ്രീൻ പാർട്ട് സബ്ട്രാക്ട് ചെയ്താൽ, 3 എന്താ? സെക്ടർ അല്ലേ? കാരണം ഇത് എന്ന് പറഞ്ഞത് ആർക്കാണ് അല്ലെ? ഇത് രണ്ടും റേഡിയസ് ആണ്. അപ്പൊ ഇതൊരു സെക്ടർ ആണ്. അപ്പൊ 3 സെക്ടറിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു ബ്ലൂ റീജിയന്റെ ഏരിയ കിട്ടില്ലേ? യെസ്. അപ്പൊ ആദ്യം നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാം. ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു √3/4a² ആണ്. ദാറ്റ് ഈസ് √3/4 a². a എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ അല്ലേ? a എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ് സൈഡ്. ദാറ്റ് ഈസ് 4². ദാറ്റ് ഈസ് √3/4 × 16. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 4 കിട്ടും. 4√3 cm² ആയിരിക്കും. 4√3 cm² ആണ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ഇത് 4√3 cm² ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ. ഇനി നമുക്ക് സെക്ടറിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യണ്ടേ? ഒരു സെക്ടറിന്റെ ഏരിയ ഫൈൻഡ് ചെയ്താൽ ഇത് ആ സെക്ടറിന്റെ ഏരിയനെ × 3 ചെയ്താൽ 3 സെക്ടറിന്റെ ഏരിയയും കിട്ടും. എന്നിട്ട് ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയയിൽ നിന്നും 3 സെക്ടറിന്റെ ഏരിയയും സബ്ട്രാക്ട് ചെയ്താൽ ഈ ബ്ലൂ റീജിയന്റെ ഏരിയ നമുക്ക് കിട്ടും അല്ലെ? അപ്പൊ ഏരിയ ഓഫ് 1 സെക്ടർ, 3 സെക്ടറിനെ ഒരു സെക്ടറിനെ ഫൈൻഡ് ചെയ്തിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഏരിയ ഓഫ് 1 സെക്ടർ ഈസ് ഈക്വൽ ടു, സെക്ടറിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലെ? x/360 × πr² ആണ്. എക്സ് എന്ന് പറയുന്നത് ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഒരു ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. സോ 60/360 × π. ഇനി ഇവിടെ റേഡിയസ് എന്താ? ഇവിടെ ടോട്ടൽ ഇതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ഈ സൈഡിന്റെ പകുതിയിൽ നിന്നുമാണ് ഇവിടുത്തെ റേഡിയസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. with each vertex of an equilateral triangle as center and half the side as radius. സൈഡിന്റെ ഹാഫ് ആണ് റേഡിയസ്. അപ്പൊ 4ന്റെ ഹാഫ് എന്താ? 2 ആയിരിക്കും റേഡിയസ്. ദാറ്റ് ഈസ് 2². ഇനി 60/360 എന്ന് പറയുമ്പോൾ 1/6 ആണ് അല്ലെ? 2² എന്ന് പറയുന്നത് 4. സോ ഇറ്റ് ഈസ് 4π. 1/6 × 4π. 6ഉം 4ഉം ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ നമുക്ക് 3 കിട്ടുന്നു, ഇവിടെ 2 കിട്ടുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 2/3π cm².
ഇത് ഒരു സെക്ടറിന്റെ ഏരിയ അല്ലേ, നമുക്ക് ഇവിടെ ഗ്രീൻ ഉള്ളത് 3 സെക്ടർ ഇല്ലേ, അപ്പൊ 3 സെക്ടറിന്റെ ഏരിയ നമുക്ക് ഫൈൻഡ് ചെയ്യണം. സോ ഏരിയ ഓഫ് 3 സെക്ടർ ഈസ് ഈക്വൽ ടു, ഒരു സെക്ടറിന്റെ ഏരിയ 2/3 ആണെങ്കിൽ 3 സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് 3 into 2/3 ആയിരിക്കും, 2/3 പൈ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 3യും 3യും ക്യാൻസൽ ചെയ്താൽ 2π സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഏരിയ ഓഫ് 3 സെക്ടറിന്റെയും കൂടെ ഏരിയ എന്ന് പറയുന്നത് 2π സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ എത്രയായിരിക്കും? ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയയിൽ നിന്നും, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? 4√3 സെന്റിമീറ്റർ സ്ക്വയറിൽ നിന്നും 3 സെക്ടറിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യും. 3 സെക്ടറിന്റെ ഏരിയ 2π സെന്റിമീറ്റർ സ്ക്വയർ. That is 4√3 minus 2π. ഇവിടെ നമുക്ക് പൈക്ക് 3.14 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുക, √3ക്ക് √3ന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ ഇതിന്റെ ഫൈനൽ ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4√3 minus 2π സെന്റിമീറ്റർ സ്ക്വയറിന് എഴുതാം. അതാണ് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഇത് ഫിഗർ ഇതാണ്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ സൈഡിന്റെ മിഡ് പോയിന്റ് വെച്ചിട്ട് നമ്മൾ ആർക്കുകൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏരിയ ഓഫ് ദ ഷെയ്ഡ് ബ്ലൂ റീജിയൻ ആണ് ചോദിച്ചത്. അപ്പൊ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിന്റെ കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും √3/4a² വിച്ച് ഈസ് ഈക്വൽ ടു 4√3 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി 3 കോണുകൾ സെക്ടേഴ്സ് ആണ് തന്നത്, 3 സെക്ടേഴ്സ്. അപ്പൊ 3 സെക്ടേഴ്സുമാണ് ഗ്രീൻ റീജിയൻ എന്ന് പറയുന്നത്. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ നിന്നും 3 സെക്ടേഴ്സിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ കിട്ടും. അപ്പൊ ഒരു സെക്ടറിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്, x/360 into πr² ആണ്. സോ ഒന്നിന്റേത് 2/3 π ആണ്. അങ്ങനെയാണെങ്കിൽ 3 എണ്ണത്തിന്റേത് 3 into 2/3 π വിച്ച് ഈസ് ഈക്വൽ ടു 2π. അങ്ങനെയാണെങ്കിൽ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയയിൽ നിന്നും 3 സെക്ടറിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുക. സോ 4√3 minus 2π എന്ന് കിട്ടും. 4√3 minus 2π. The next question. In the picture below, arcs of circles are drawn centered on 2 opposite vertices of a square and passing through other 2 vertices. ചിത്രത്തിൽ ഒരു സമചതുരത്തിന്റെ 2 എതിർമൂലകൾ കേന്ദ്രമായി മറ്റു 2 മൂലകളിലൂടെയുള്ള ചാപങ്ങൾ വരച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫിഗർ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ? അങ്ങനെയാണെങ്കിൽ ഗ്രീൻ റീജിയന്റെ ഏരിയ എന്തായിരിക്കും? ഇതാണ് നമ്മളെ ഗ്രീൻ റീജിയൻ. ഇവിടെ നമുക്ക് ഇതാണ് ഇതിന്റെ ഏരിയ ആണ് കേട്ടോ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇതിന്റെ ഏരിയ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്, ഈ ലീഫ് പോലത്തെ ഉള്ളതിന്റെ ഏരിയ. ഇവിടെ എന്താ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? ആർക്സ് ഓഫ് സർക്കിൾസ് ആർ ഡ്രോൺ സെന്റേർഡ് ആൻഡ് 2 ഓപ്പോസിറ്റ് വെർട്ടീസസ് ഓഫ് എ സ്ക്വയർ. ഇതാണ് നമ്മളെ സ്ക്വയർ. ഈ സ്ക്വയറിന്റെ വെർട്ടീസസിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? വരച്ചത്. വെർട്ടീസസിൽ നിന്നും നമ്മൾ എന്താ വരച്ചത്? ആർക്സ് ഓഫ് സർക്കിൾ, സർക്കിൾസിന്റെ ആർക്ക് വരച്ചിട്ടുണ്ട്, പാസിംഗ് ത്രൂ ദ അതർ 2 വെർട്ടീസസ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രീൻ റീജിയന്റെ ഏരിയ എന്താണ്? നമ്മൾ സെക്ടറിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനല്ലേ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു സെക്ടർ ആണ് അല്ലേ? ഇതെന്ന് പറയുന്നത് ഈ ഒരു 2 സ്ക്വയറിന്റെ സൈഡ്, നമ്മൾ സ്ക്വയറിന്റെ 2 സൈഡും അതുപോലെ ഈ ഒരു ഇതും, അതാണ് നമ്മളെ ഒരു സെക്ടർ എന്ന് പറയുന്നത്. ഇനി മറ്റേ സെക്ടർ എന്ന് പറയുന്നത് ഈ 2 സൈഡും ഈ ഒരു ഭാഗവും. അപ്പം നമ്മള് കംപ്ലീറ്റ് ഏരിയ കാണുന്നത് 2 സെക്ടറിന്റെയും കൂടെ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ഏരിയയും അതുപോലെ ഇതിന്റെ ഏരിയയും. അപ്പം നമ്മൾ ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗം 2 പ്രാവശ്യം വരുന്നുണ്ട് അല്ലെ? 2 പ്രാവശ്യം അതിന്റെ ഏരിയ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്ക്വയറിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാം. സ്ക്വയറിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യുക, അതുപോലെ 2 സെക്ടേഴ്സിന്റെ ഏരിയയും ഫൈൻഡ് ചെയ്യുക. 2 സെക്ടേഴ്സിന്റെ ഏരിയയും ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് ഈ സ്ക്വയറിന്റെ ഏരിയ സെക്ടറിന്റെ ഏരിയ, അപ്പൊ 2 സെക്ടേഴ്സിന്റെ ഏരിയയിൽ നിന്നും ഈ സ്ക്വയറിന്റെ ഏരിയ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യും. സ്ക്വയറിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ കംപ്ലീറ്റ് ഈ ഒരു പാർട്ട് പോവില്ലേ? കംപ്ലീറ്റ് ഈ ഒരു പാർട്ട് പോകും. ബാക്കി എന്തുണ്ടാവും? സ്ക്വയറിന്റെ ഏരിയയിൽ നിന്നും സെക്ടറിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യാണ് അല്ലെ? സോറി, നമ്മൾ സെക്ടറിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് എന്താണ്? ഇതൊരു ഭാഗം വരുന്നുണ്ട്, ഇതൊരു ഭാഗം വരുന്നുണ്ട്. ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പം നമ്മൾ സെക്ടറിന്റെ ഏരിയയിൽ നിന്നും സ്ക്വയറിന്റെ ഏരിയ പോക്കുക. സ്ക്വയറിന്റെ ഏരിയ പോക്കുക എന്ന് പറയുമ്പോൾ ഈ ഭാഗം ഫുള്ള് പോകും, ഈ ഒരു ഭാഗം ഫുള്ള് പോകും, അതുപോലെ ഈ ഒരു ഭാഗം ഫുള്ള് പോകും, അതുപോലെ ഇത് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊരു ടൈമും പോകും. ബാക്കി ഇതിന്റെ ഒരു ടൈമല്ലേ ഉണ്ടായിരിക്കുള്ളൂ.
യെസ്. അപ്പൊ ആ ഒരു ഇതിൽ നമ്മൾ ഓർത്ത് വെക്കുക. ഇതാണ് സെക്ടർ, ഇതാണ് നമ്മളെ സർക്കിൾ, സോറി സ്ക്വയർ. അതിൽ ഒരു സെക്ടർ നമ്മൾ എടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന സെക്ടർ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ എടുക്കുന്ന സെക്ടർ. ആദ്യം അതിന്റെ ഏരിയ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഇവിടെ നമുക്ക് 4 സെന്റിമീറ്റർ ആണ് സൈഡ് തന്നത്. ഇനി നമുക്കറിയാം ഒരു സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ഏരിയ സോറി ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഏരിയ ഓഫ് സ്ക്വയർ ആദ്യം ഏരിയ ഓഫ് സ്ക്വയർ അല്ല, ഏരിയ ഓഫ് സെക്ടർ. ഒരു സെക്ടർ ഫൈൻഡ് ചെയ്യാം. ഏരിയ ഓഫ് സെക്ടർ ഈസ് ഈക്വൽ ടു x by 360 into pi r square. That is x by 360 into pi r square. പൈ ഇൻറ്റു റേഡിയസ് എന്താ, ഇവിടെ റേഡിയസ് 4 സെന്റിമീറ്റർ ആണ് അല്ലെ. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ, സ്ക്വയറിന്റെ സൈഡ് ആണ്. അപ്പം 4 സ്ക്വയർ. That is x by 360 into 16 pi. എക്സ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് അല്ലെ. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എക്സ് നമുക്ക് 90 ഡിഗ്രി ആണെന്ന് അറിയാം. 0 ക്യാൻസൽ ചെയ്തു. 1/4 എന്ന് കിട്ടും. 1/4 into 16 pi. That is 4 ഉം 16 ഉം ക്യാൻസൽ ചെയ്താൽ ബാക്കി ഇവിടെ 4 ഉണ്ടായിരിക്കും. That is 4 pi. അപ്പൊ ഒരു സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് 4 pi ആണ്. ഒരു സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് 4 pi ആണ്. അപ്പൊ ഒരു സെക്ടർ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 4 pi ആണെങ്കിൽ ബാക്കി ഇനി ഇതിന്റെ ഏരിയയും എന്തായിരിക്കും? 4 pi ആയിരിക്കൂലേ. അപ്പൊ 2 into 4 pi, ഏരിയ ഓഫ് 2 സെക്ടർ എന്ന് പറയുന്നത് 8 pi എന്ന് കിട്ടും. ഏരിയ ഓഫ് 2 സെക്ടേഴ്സ് is equal to 2 into 4 pi which is equal to 8 pi. അപ്പൊ നമുക്ക് ഇതാണ് നമ്മളെ ഫിഗർ. ഈ ഫിഗറിൽ നിന്നും ഇതിൽ നിന്നും ഈ ഒരു സെക്ടറിന്റെ നമ്മൾ ഫൈൻഡ് ചെയ്തു, അതുപോലെ ഈ ഒരു സെക്ടറിന്റെ നമ്മൾ ഫൈൻഡ് ചെയ്തു അല്ലെ. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്ത് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട ഏരിയ ഫൈൻഡ് ചെയ്യേണ്ടത് 2 ടൈംസ് വരുന്നുണ്ട്. അപ്പം ഇനി ഏരിയ ഓഫ് സ്ക്വയർ അതിൽ നിന്നുകൊണ്ട് റിമൂവ് ആക്കിയാൽ ആ 2 ടൈംസ് ഉള്ളത് 1 ടൈം ആവും. ഇതിന്റെ ഏരിയയും പോവും, ഇതിന്റെ ഏരിയയും പോവും. ഷെയ്ഡ് ചെയ്ത റീജിയന്റെ ഏരിയ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം സൈഡ് ഇൻറ്റു സൈഡ് ആണ്. സൈഡ് ഇൻറ്റു സൈഡ് which is equal to സൈഡ് 4 ആണ്. 4 into 4 which is equal to 16 centimeter square. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ ഏരിയ ഓഫ് 2 സെക്ടർ, 2 സെക്ടറിന്റെ ഏരിയയിൽ നിന്നും സ്ക്വയറിന്റെ ഏരിയ അങ്ങോട്ട് പോക്കാണ്. അപ്പൊ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ കിട്ടും. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു 2 സെക്ടറിന്റെ ഏരിയയും കൂടെ നമുക്ക് 8 pi ആയിരുന്നു കിട്ടിയത്. അതിൽ നിന്നും സ്ക്വയറിന്റെ ഏരിയ അങ്ങോട്ട് പോക്കിയാൽ ബാക്കി നമുക്ക് ഈ ഒരു പാർട്ട് മാത്രം കിട്ടും. കാരണം ഇത് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം 2 സെക്ടേഴ്സിന്റെ ഏരിയയും കൂടെ കാണുമ്പോൾ ഇത് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ടൈമും ഈ ഭാഗം ഒരു ടൈമും. അപ്പൊ സ്ക്വയറിന്റെ നമ്മൾ അതിൽ നിന്നുകൊണ്ട് ഒഴിവാക്കി ഏരിയ. അപ്പൊ ഈ 2 ടൈംസിൽ അത് 1 ടൈം ആയി. അപ്പൊ അതിന്റെ ഏരിയ നമുക്ക് കിട്ടി. ഇവിടെയും പോയി, ഇവിടെയും പോയി അല്ലെ. അപ്പൊ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് 2 സെക്ടേഴ്സ് എന്ന് പറയുന്നത് 8 pi മൈനസ് ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് 16. അപ്പൊ 8 pi മൈനസ് 16 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. പൈക്ക് വേണമെങ്കിൽ നമുക്ക് 3.14 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പൊ 8 into 3.14 മൈനസ് 16 എന്ന് കിട്ടും. അപ്പം ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് 8 pi മൈനസ് 16 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. Next question. The picture below shows 2 circles of same radii, each passing through the center of the other. എന്താ പറഞ്ഞത്? ഒരേ ആരമുള്ള 2 വൃത്തങ്ങളിൽ ഓരോന്നും മറ്റൊന്നിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ചിത്രമാണ് ചുവടെ വരച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് 2 സർക്കിൾസ് തന്നിട്ടുണ്ട്. ആ 2 സർക്കിൾസും എന്താണ്? സെയിം റേഡി ആണ്. ഈച്ച് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ നമുക്ക് 2 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ റേഡിയസ് 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ഇതിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റീജിയൻ കോമൺ ടു ബോത്ത്. അപ്പൊ ഇതാണ് നമ്മളെ ഫിഗർ. ഈ ഒരു ഇതിന്റെ ഏരിയ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 2 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം ഏരിയ ഓഫ് ദ സെക്ടേഴ്സ് ആണ് അല്ലെ നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതാണ് നമ്മളെ
ഇതിൻ്റെതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഏരിയ ഓഫ് ദ സെക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് സെക്ടറിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാം. ഒരു സെക്ടർ എന്ന് പറയുന്നത് ഇതും രണ്ട് റേഡിയസും ഒരു ആർക്കും. അപ്പൊ ഒരു സെക്ടർ എന്ന് പറയുന്നത് ഇതായിരിക്കും. വേറൊരു സെക്ടർ എന്ന് പറയുന്നത് ഈ ആർക്കും ഇവിടെയുള്ള രണ്ട് റേഡിയസും ആയിരിക്കും അല്ലേ. ഇതാണ് നമ്മളെ ഫിഗർ നമ്മളെ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ന് വിചാരിക്കുക. അപ്പൊ ഇതൊരു ആർക്കാക്കിയിട്ട് എടുത്താൽ ഇവിടെ നമ്മളെ രണ്ട് റേഡിയസ്. അപ്പൊ ഇതാണ് ഒരു എന്ത് പറയുന്നത് സെക്ടർ എന്ന് പറയുന്നത്. ഇനി ഇത് ആർക്കാക്കിയിട്ട് എടുത്താൽ ഇവിടെ ആയിരിക്കും നമ്മളെ രണ്ട് റേഡിയസ് വരിക. അപ്പൊ ഇതായിരിക്കും നമ്മളെ വേറൊരു സെക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ ഫിഗർ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? ഇതാണ് നമ്മളെ ഷെയ്ഡ് ചെയ്ത റീജിയൻ എങ്കിൽ ഒരു സെക്ടർ ഇങ്ങനെയായിരിക്കും, ഒരു സെക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അല്ലെ. ഒരു സെക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഒരു സെക്ടർ. അപ്പൊ രണ്ട് സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് അപ്പൊ ഇത് കോമൺ ആയിട്ട് വരില്ലേ? യെസ്, ഈ ഒരു രണ്ട് സെക്ടറിന്റെ ഏരിയ എന്ന് പറഞ്ഞത് ഇത് കോമൺ ആയിട്ട് ഇതിന്റെ ഒക്കെ ഒരു ടൈംസേ നമുക്ക് ഏരിയ കിട്ടുള്ളൂ അല്ലെ. ഇതിന്റെ ഒക്കെ ഒരു ടൈംസേ ഏരിയ കിട്ടുള്ളൂ. ബട്ട് ഇത് 2 ടൈംസ് വരും. കോമൺ ആയിട്ട് രണ്ട് സെക്ടറിലും വരുന്ന ഭാഗമാണ് ഇത്. അപ്പൊ ഇത് അതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടിട്ട് ആ രണ്ട് സെക്ടറിന്റെ ഏരിയയിൽ നിന്നും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ നമ്മൾ ഷെയ്ഡ് ചെയ്തതിന്റെ ഏരിയ കിട്ടും. അപ്പൊ നമ്മള് ഫിഗർ നന്നായിട്ട് മനസ്സിലാക്കാം. ഫിഗർ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഷെയ്ഡ് ചെയ്ത റീജിയൻ. അപ്പൊ ഒരു സെക്ടർ എന്ന് പറയുന്നത് ഇതാണ്, മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ആർക്കും ഇതുമാണ്. ഇനി അപ്പൊ രണ്ട് സെക്ടറിന്റെ ഏരിയയും കൂടെ പറയുമ്പോൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് 2 ടൈംസ് വരും അതിന്റെ ഏരിയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെയൊക്കെ 1 ടൈം വരുള്ളൂ, ഇതിന്റെ 4 പാർട്ടിൻ്റെതും. അപ്പൊ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കിയിട്ട് ഈ ട്രയാങ്കിളിന്റെ രണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ നമ്മൾ ഈ ഒരു ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ കിട്ടും. അപ്പൊ അത് നമുക്ക് സെക്ടറിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാം. ഏരിയ ഓഫ് സെക്ടർ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ x/360 into πr². റേഡിയസ് നമുക്ക് ഫിഗറിൽ തന്നിട്ടുണ്ട് 2 ആണെന്ന് തന്നിട്ടുണ്ട്. സെയിം റേഡി ഈച്ച് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദ അതർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിളില് ഇതാണ് നമ്മളെ ഒരു സെക്ടർ എങ്കിൽ ഇവിടെ നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരു ആംഗിൾ 60 ഡിഗ്രി ആവൂലേ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അതുപോലെ ഇവിടെയും 60 ആയിരിക്കും, ഇവിടെയും 60 ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മള് ഇതാണ് സെക്ടർ എടുക്കുന്നതെങ്കിൽ, ഈ ഒരു ആർക്കും ഇതുമാണ് സെക്ടർ എടുക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി ആണ് നമ്മളെ സെൻട്രൽ ആംഗിൾ വരിക. അപ്പം 120/360 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് തന്നിട്ടുണ്ട് 2 ആണ്, 2 സ്ക്വയർ. 120/360 എന്ന് പറയുമ്പോൾ 1/3 ഇൻറ്റു 4 പൈ, ദാറ്റ് ഈസ് 4/3 പൈ ആണ് നമ്മളെ ഒരു സെക്ടറിൻ്റെത്. അങ്ങനെ രണ്ട് സെക്ടേഴ്സ് ഇല്ലേ. സോ ഏരിയ ഓഫ് 2 സെക്ടർ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് 2 സെക്ടർ എന്ന് പറയുന്നത് 2 ഇൻറ്റു 4/3 പൈ വിച്ച് ഈസ് ഈക്വൽ ടു 2 into 4/3 പൈ വിച്ച് ഈസ് ഈക്വൽ ടു 8/3 പൈ എന്ന് കിട്ടും. 8/3 പൈ. അപ്പൊ രണ്ട് സെക്ടറിന്റെതും കൂടെ 8/3 പൈ ആണെന്ന് കിട്ടി അല്ലെ. 8/3 പൈ എന്ന് പറയുമ്പോൾ പൈന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8/3 ഇൻറ്റു പൈ എന്ന് പറയുന്നത് 3.14 ആണ്. 3.14. അപ്പൊ 3.14 ഇൻറ്റു 8. 25.12 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. 25.12 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 2512/3. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഇത് 25.12. 25.8 into 3.14 divided by 3 that is 25.12 divided by 3 എന്ന് കിട്ടും.
വിച്ച് ഈസ് ഈക്വൽ ടു 8.37 എന്ന് കിട്ടും. 8.37. ഈ നമ്മളുടെ ഏരിയ ഓഫ് രണ്ട് സെക്ടർ നമുക്ക് 8.37 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടിട്ട് ഇതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. അപ്പൊ ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഏരിയ എന്ന് പറയുന്നത് √3/4 ആണ്. ദാറ്റ് ഈസ് √3/4 ഇൻറ്റു എ എന്ന് പറയുന്നത് സൈഡ് ആണ്. സൈഡ് 2 സെന്റിമീറ്റർ ആണ് അല്ലെ. സെയിം റേഡിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും ക്യാൻസൽ ചെയ്താൽ ബാക്കി നമുക്ക് എന്തുണ്ട്? √3/4 ദാറ്റ് ഈസ് √3 കിട്ടും. ഇനി അങ്ങനെ രണ്ട് ട്രയാങ്കിൾ ഇല്ലേ? അപ്പൊ രണ്ട് ട്രയാങ്കിൾ ആയതുകൊണ്ട് രണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. സോ ഏരിയ ഓഫ് 2 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 2 into √3 which is equal to 2√3. That is 2 into √3ന്റെ വാല്യൂ നമുക്ക് അറിയാം. എന്ത് കിട്ടും? √3ന്റെ വാല്യൂ 1.732. √3ന്റെ വാല്യൂ 1.732 അല്ലെ. 1.732 എന്ന് പറയുമ്പോൾ 1.1732 into 2 അല്ലെങ്കിൽ 1.7 എടുത്താലും മതി. ഓക്കെ, അപ്പൊ 4 6 3.464. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 3.464 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു 8.37 ആണ് സെക്ടറിന്റെ രണ്ട് സെക്ടറിന്റെ ഏരിയ മൈനസ് 3.46. നമ്മളെ ഏരിയ ഓഫ് 2 സെക്ടർ 8/3 പൈ ആണ് അല്ലെ. ദാറ്റ് ഈസ് 3. ഇവിടെ 8/3 into 3.14 which is equal to 8.37. ഇനി നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? 2 into √3ന്റെ വാല്യൂ ആണ്. 2 into √3. ഇവിടെ നമുക്ക് 3.4 എന്ന് കിട്ടും. എന്നിട്ട് 8.37ൽ നിന്നും 3.4 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. which is equal to 4.97 എന്നാണ് ആൻസർ കിട്ടുക. 4.97. അപ്പൊ നമ്മളെ ഈ ഒരു ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം നമ്മള് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഏരിയ നമ്മളെ റീജിയൻ ഷെയ്ഡ് ചെയ്ത് കോമൺ ആയിട്ട് വരുന്ന രണ്ട് റീജിയന്റും കൂടെ ഏരിയ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ രണ്ട് സെക്ടേഴ്സ് എടുക്കാം. അപ്പൊ രണ്ട് സെക്ടേഴ്സിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ട് 2 ടൈംസ് വരുന്നുണ്ട്. അപ്പൊ അത് രണ്ടും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ രണ്ട് സെക്ടേഴ്സിന്റെ ഏരിയയിൽ നിന്നും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ ഒരു സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് 4/3 പൈ ആണ്. അപ്പൊ രണ്ട് സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് 8/3 പൈ ആണ്. പൈക്ക് വേണമെങ്കിൽ നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പൊ 3.14 which is equal to 8.37. ഇനി ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ √3/4 ആണ്. അപ്പൊ ഒന്നിന്റേത് √3 ആണ്. അപ്പൊ രണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? 3.46 2√3 വരും. ദാറ്റ് ഈസ് 3.464. ഇനി ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സെക്ടറിന്റെ ഏരിയയിൽ നിന്നും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുക. 8.31 മൈനസ് 3.46 which is equal to 4.97. Okay, the next question എന്താ? The picture below shows semicircles drawn with the sides of a right triangle as diameters. ചിത്രത്തിൽ ഒരു മട്ടർ ത്രികോണത്തിന്റെ വശങ്ങൾ വ്യാസമായി അർദ്ധവൃത്തങ്ങൾ വരച്ചിരിക്കുന്നു. ഇനി പ്രൂവ് ദാറ്റ് ദ ഏരിയ ഓഫ് ദ ലാർജ് സെമി സർക്കിൾ ഇസ് ദ സം ഓഫ് ദ ഏരിയ ഓഫ് ദ അതർ ടു. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഏറ്റവും വലിയ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് ചെറിയ രണ്ട് അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകളുടെ തുകയാണെന്ന് തെളിയിക്കുക. അപ്പൊ ഇതാണ് നമ്മളെ വലിയ സെമി സർക്കിൾ. ഈ വലിയ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ചെറിയ രണ്ട് സെമി സർക്കിളിന്റെ ഏരിയന്റെ സം ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന് നമുക്ക് ഓരോന്നിനും ഓരോ നെയിം കൊടുക്കാം. ഇവിടെ നമുക്ക് എന്താണ്? ഇതൊരു നടുവിലൊരു ട്രയാങ്കിൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എ എന്ന് കൊടുക്കാം, ഇവിടെ ബി എന്ന് കൊടുക്കാം, ഇവിടെ സി എന്ന് കൊടുക്കാം. ഇനി എന്താണ്? അപ്പൊ ഇവിടെ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് കിട്ടി. നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടില്ലേ? യെസ്, പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാല് എന്താണ്? സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് അതർ ടു സൈഡ്സ് അല്ലെ. അപ്പൊ സി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെന്ന് നമുക്കുണ്ട്. ഇനി എന്താണ്? ഇവിടെ നമ്മള്
ഇതൊരു സെക്ടർ ആണ്, ഇതൊരു സെമി സർക്കിൾ ആണ്, ഇതൊരു സെമി സർക്കിൾ ആണ്, ഇതൊരു സെമി സർക്കിൾ ആണ്. ഇതാണ് വലിയ സെമി സർക്കിൾ അല്ലെ, ഇതാണ് വലിയ സെമി സർക്കിൾ. അപ്പം സെമി സർക്കിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് πr² ആണ്. അപ്പൊ ഏരിയ ഓഫ് സെമി സർക്കിൾ എന്ത് വരും? ഏരിയ ഓഫ് സെമി സർക്കിൾ എന്ന് പറയുന്നത് πr²/2 എന്ന് വരും. πr²/2. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഒരു വലിയ സർക്കിൾ, ഇത് അടുത്ത സർക്കിൾ, ഇത് നെക്സ്റ്റ് സർക്കിൾ. അപ്പൊ ഇവിടെ ഇത് ഡയമീറ്റർ അല്ലേ, വലിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് സി എന്ന് പറയുന്നത്. അപ്പൊ റേഡിയസ് എന്തായിരിക്കും? c/2 ആയിരിക്കും. ഇനി ഈ റെഡ് സർക്കിളിന്റെ ഡയമീറ്റർ ആണ് ബി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റേഡിയസ് എന്തായിരിക്കും? b/2 ആയിരിക്കും. ഇനി ഈ ഗ്രീൻ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് എ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റേഡിയസ് എന്തായിരിക്കും? a/2 ആയിരിക്കും അല്ലെ. ഇനി നമ്മൾ ഓരോ സെമി സർക്കിളിന്റെയും ആദ്യം നമുക്ക് വലിയ സെമി സർക്കിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാം. അപ്പൊ ഏരിയ ഓഫ് ബിഗ് സെമി സർക്കിൾ, വലിയ സെമി സർക്കിൾ അഥവാ സി റേഡിയസ് ആയി വരുന്ന സെമി സർക്കിളിന്റെ ഏരിയ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പൊ π ഇൻറ്റു ഇവിടെ റേഡിയസ് എന്താ? ഡയമീറ്റർ സി ആണ്. അപ്പൊ റേഡിയസ് എന്തായിരിക്കും? c/2 ആയിരിക്കും. c/2² /2. ദാറ്റ് ഈസ്, അല്ലെങ്കിൽ നമുക്ക് 1/2 πr² എഴുതാം. അതായിരിക്കും കുറച്ചും കൂടെ സിമ്പിൾ. 1/2 πr². πr²ന്റെ ഹാഫ്, ദാറ്റ് ഈസ് 1/2 π. റേഡിയസ് ഡയമീറ്റർ സി ആയതുകൊണ്ട് റേഡിയസ് എന്ന് പറയുന്നത് c/2 ആണ്. c/2², ദാറ്റ് ഈസ് 1/2 c²/4 π എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? c²/8 π എന്ന് കിട്ടി. അപ്പൊ വലിയ സർക്കിളിന്റെ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് c²/8 π ആണ്. ഇനി അടുത്ത സെമി സർക്കിളിന്റെ ഏരിയ, ഇനി നമുക്ക് സ്മോൾ സെമി സർക്കിളിന്റെ ഏരിയ എടുക്കാം. ഏരിയ ഓഫ് സെമി സർക്കിൾ, റെഡ് സെമി സർക്കിളിന്റെ ഏരിയ അഥവാ ബി ഡയമീറ്റർ ആയി വരുന്ന സെമി സർക്കിളിന്റെ ഏരിയ ആണ് റെഡ് സെമി സർക്കിൾ. അതും 1/2 πr² തന്നെയാണ്. ദാറ്റ് ഈസ് 1/2 π. ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്റർ ബി ആണ്. അപ്പൊ റേഡിയസ് എന്താ? b/2 ആണ്. സോ b/2² എന്ന് വരും. ദാറ്റ് ഈസ് 1/2 b²/4 π which is equal to b²/8 π. അപ്പൊ ഇതിന്റെ ഈ ചെറിയ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് b²/8 π ആണെന്ന് കിട്ടി. ഇനി ഈ ഒരു ഗ്രീൻ സർക്കിളിന്റെ ഏരിയ നമുക്ക് കാണാം. ഏരിയ ഓഫ് ഗ്രീൻ സർക്കിൾ, സെമി സർക്കിൾ ആണ്. സെമി സർക്കിൾ, ഏരിയ ഓഫ് ഗ്രീൻ സെമി സർക്കിൾ is equal to അതും 1/2 πr² തന്നെയാണ്. 1/2 πr² തന്നെയാണ്. ദാറ്റ് ഈസ് 1/2 π. ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് എ അല്ലേ, ഡയമീറ്റർ എന്ന് പറയുന്നത് എ അല്ലേ. അപ്പൊ റേഡിയസ് എന്തായിരിക്കും? a/2 ആയിരിക്കും. a/2². ദാറ്റ് ഈസ് 1/2 π a²/4. ദാറ്റ് ഈസ് a²/4 എന്ന് പറയുമ്പോൾ a²/8 π എന്ന് കിട്ടും. അപ്പം വലിയ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് c²/8 π ആണ്. ചെറിയ ആ റെഡ് സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് b²/8 π ആണ്. ദെൻ ഏരിയ ഓഫ് ഗ്രീൻ സെമി സർക്കിൾ എന്ന് പറയുന്നത് a²/8 π ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഈ വലിയ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് സം ഓഫ് 2 സ്മോൾ സെമി സർക്കിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ രണ്ട് സെമി സർക്കിൾ, ചെറിയ രണ്ട് സെമി സർക്കിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സെമി സർക്കിളിന്റെ ഏരിയ കിട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ചെറിയ രണ്ട് സെമി സർക്കിളിന്റെ ഏരിയ ഏതൊക്കെയാ? b²/8 πയും പ്ലസ് എന്താ അടുത്ത സെമി സർക്കിളിന്റെ ഏരിയ ചെറുതിന്റെ a²/8 π എന്ന് കിട്ടി. ഇവിടെ നമുക്ക് എന്താണ് 1/8 പൈനെ ഔട്ട് സൈഡിലോട്ട് എടുത്തൂടെ? യെസ്, 1/8 പൈനെ ഔട്ട് സൈഡിലോട്ട് എടുക്കുന്നു. ബാക്കി a² + b² എന്നുണ്ട് ബ്രാക്കറ്റിൽ അല്ലെ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് റൈറ്റ് ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. a² + b² എന്ന് പറയുന്നത് c² ആണ്. അപ്പൊ ഈ a² + b²ന്റെ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്തു? c² ഇട്ട് കൊടുക്കുന്നു. അപ്പൊ 1/8 π c² എന്ന് കിട്ടി. ഈ 1/8 π c² എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ദ ലാർജ് സെമി സർക്കിൾ ആണ്. c²/8 π കണ്ടോ? c²/8 π, c²/8 π. സോ സം ഓഫ് നമ്മൾ പ്രൂവ് ചെയ്തു. സം ഓഫ് 2 സ്മോൾ സെമി സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്?
ലാർജ് സെമി സർക്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആണ്. ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് സെമി സർക്കിൾ എന്ന് പറയുന്നത് സം ഓഫ് ദ ഏരിയാസ് ഓഫ് ദ അതർ ടു ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏറ്റവും വലിയ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് ചെറിയ രണ്ട് അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകളുടെ തുകയാണെന്ന് തെളിയിക്കുക. ഇനി നമുക്ക് ഇവിടെ ഫ്രാക്ഷൻ വരുന്നത്, ഡിനോമിനേറ്റർ വരുന്നത് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ABC എന്നതിന് പകരം എന്തെടുക്കാം, 2C 2B 2A എന്ന് എടുക്കാം. കാരണം ഡയമീറ്റർ അങ്ങനെ എടുത്താൽ റേഡിയസ് എന്തായിരിക്കും, അപ്പൊ ABC മാത്രമായിരിക്കും റേഡിയസ്. 2A 2B 2C എടുത്താൽ റേഡിയസ്, ഡയമീറ്റർ അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ റേഡിയസ് നമുക്ക് ABC എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ C മാത്രം ഉണ്ടാവുള്ളൂ, C/2 ഉണ്ടായിരിക്കൂല. ഇവിടെ നമ്മൾ ABC ഒറ്റക്ക് എടുത്തത് കൊണ്ടാണ് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 2 എന്നത്. ഈ നമ്മൾ എടുക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മളെ പ്രൂഫ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മളെ പ്രൂഫ്. ഇവിടെ നമ്മൾ ഏരിയ ഓഫ് സെമി സർക്കിൾ, ബിഗ് സെമി സർക്കിളിന്റെ ഏരിയ കണ്ടു, സ്മോൾ സെമി സർക്കിളിന്റെ ഏരിയ രണ്ടെണ്ണത്തിന്റെതും കണ്ടു. അത് രണ്ടും ആഡ് ചെയ്തപ്പോൾ മൂന്നാമത്തേത് കിട്ടി. കാരണം ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ആണ്. ബൈ പൈതഗോറസ് തിയറം C² എന്ന് പറയുന്നത് A² + B² ആണ്. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ലെങ്ത് ഓഫ് ദ നമ്മളെ ആർക്കിന്റെ ഏരിയ ഓഫ് ദ സെക്ടറും അതുപോലെ ആർക്കിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാനുമാണ്. ആർക്കിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത്, ആർക്കിന്റെ ലെങ്ത് ആണെങ്കിൽ x/360 ഇൻറ്റു സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആണ്, അഥവാ പെരിമീറ്റർ ചുറ്റളവ് 2πr ആണ്. ഇനി ഏരിയ ഓഫ് സെക്ടർ ആണെങ്കിൽ ഏരിയ ഓഫ് സെക്ടർ ഫൈൻഡ് ചെയ്യാൻ x/360 ഇൻറ്റു ഏരിയ ഓഫ് ദ സർക്കിൾ ആണ്, പരപ്പളവ് πr². എക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ആണ് പഠിച്ചത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു.